പ്രൈസ് ഗോഡ്. ഒരിക്കൽ കൂടെ ദൈവവചനം പങ്കുവെക്കാനായിട്ട് കർത്താവ് അവസരം തന്നിരിക്കുന്നല്ലോ, അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ഓൺലൈനായിട്ട് കാണുന്നവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളിൽ ബലപ്പെട്ടിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കർത്താവെ, ഞങ്ങൾ ഈ സമയം ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ഈ സമയത്തെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്നിവിടെ ആയിരിക്കുന്ന, ഇന്ന് കേൾക്കുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവ് സ്പർശിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അവരിൽ തുടങ്ങട്ടെ. കർത്താവെ, അത് ബലപ്പെടട്ടെ. ഓരോരുത്തരും ഏതെല്ലാം നിലവാരങ്ങളിലായിരിക്കുന്നോ, പരിശുദ്ധാത്മാവ് ഇന്ന് അവരെ ഒരു പടി മുന്നേറുവാനായിട്ട് കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് സൗഖ്യപ്പെടുത്തും. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇന്ന് പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുവാൻ കഴിയുമോ? ഇന്ന് തിരുവചനത്തിൽ നമുക്കറിയാം, അനേക സൗഖ്യത്തിൻ്റെതായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു. ഈ ജീവിക്കുന്ന ദൈവത്തിന് എന്നെയും സൗഖ്യപ്പെടുത്തുവാൻ കഴിയും എന്ന് ഒരു നിമിഷം നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് സൗഖ്യത്തിന് വേണ്ടി കർത്താവെ, ഞാൻ തോമസ് ചാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത സൗഖ്യം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവെ, ദൈവത്തിൻ്റെതായിട്ടുള്ള അത്ഭുത സൗഖ്യം. ഹല്ലേലൂയ. കർത്താവെ, റോയ്ച്ചാൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യണമേ. ഹല്ലേലൂയ. കർത്താവ് ശാരീരികമായി ബലപ്പെടുത്തിയാട് ദൈവത്തിൻ്റെ ശലോം പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധാത്മാവ് ബെനീറ്റ, ഹല്ലേലൂയ. കർത്താവ് താങ്കളുടെ അമ്മയുടെ ഉദരത്തിൽ കണ്ടിരുന്നപ്പോൾ തന്നെ ചില പദ്ധതികൾക്കായി കർത്താവ് ഇതുപോലെ ഒരു സമയത്തിലേക്ക് ക്രമീകരിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന് ഇനിയും താങ്കളെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. കർത്താവിന് ഇനിയും താങ്കളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ആലോചനകളുണ്ട്. ഹല്ലേലൂയ. കർത്താവെ, പുതിയ ആ ദൈവത്തിൻ്റെ കാലത്തിലേക്ക് ചുവട് വച്ച് കയറുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ആനി എന്നുള്ള പേർ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. താങ്കളുടെ പ്രാർത്ഥനകളുടേതായിട്ടുള്ള വീര്യം കർത്താവിൻ്റെ പരിശുദ്ധാത്മ ശക്തിയാൽ വർദ്ധിക്കും. ഹല്ലേലൂയ. കർത്താവെ, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കർത്താവ് പ്രിയ മകളെ തിരഞ്ഞെടുത്തിരിക്കുന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യമായിരിക്കുന്ന ഹല്ലേലൂയ വേർഡ് ഓഫ് നോളജ് കർത്താവ് ഈ ദിനങ്ങളിൽ കർത്താവ് അത് വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. കർത്താവ് അത് ചെയ്യുകയാൽ നന്ദി. കർത്താവ്, ഈ സമയത്തെ ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകണം. ഞങ്ങളത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾക്കൊരു ദിവസം അങ്ങ് നൽകുന്നുവെങ്കിൽ ആ ദിനം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം. ഹല്ലേലൂയ. ഞങ്ങളുടെ പേരുകളോ കുറഞ്ഞു വരണം, എന്നാൽ ഞങ്ങളുടെ അകത്തുള്ള ക്രിസ്തു ജീവിച്ച് മഹത്വപ്പെടണം. ഞങ്ങളത് പ്രാർത്ഥിക്കുന്നു. സഭയായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയുടെ പേര് ചെറുതായി വന്നാലും സഭ മുഖാന്തരം യേശുവിൻ്റെ നാമം വലുതായി മഹത്വപ്പെട്ട് വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത് ചെയ്യുകയാൽ നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഐ സ്ട്രോങ്ലി ബിലീവ്, ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ചിലരിൽ ചില പ്രവൃത്തികൾ തുടങ്ങും, ചിലരിൽ അത് തുടരും. കർത്താവ് ചിലരെ ബലപ്പെടുത്തും. ദൈവം എന്നെ ക്ഷമിക്കുന്നതിൻ്റെ ആയിട്ടുള്ള ഒരു നല്ലൊരു ജേണിയിലൂടെ കർത്താവ് കടക്കാനായിട്ട് എന്നെ സഹായിച്ചു. കർത്താവ് എന്നെ നടത്തുകയായിരുന്നു. ആരൊക്കെയോ ചിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് തോന്നുന്നു, നിങ്ങൾ എൻ്റെ കൂടെ ഏതൊക്കെയോ ബസ്സിലും ഓട്ടോയിലും ഒക്കെ എൻ്റെ കൂടെ ഉണ്ടെന്നൊരു തോന്നൽ. നല്ല ജേണിയാണ്, നമുക്ക് ഒന്നിച്ച് പോവാം. അപ്പം അതോടൊപ്പം തന്നെ കർത്താവ് എനിക്ക് നല്ലൊരു വർക്ക്ഷോപ്പ് അതിനായിട്ട് ക്രമീകരിച്ച് തന്നു. ഇങ്ങനത്തെ സാധനമൊന്നും നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച് അറ്റൻഡ് ചെയ്യത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പഠിക്കുന്ന കോഴ്സിൻ്റെ ഭാഗമായിട്ട് കർത്താവ് അത് ഒരുക്കി തന്നു. പക്ഷെ അത് വലിയൊരു അനുഗ്രഹമായി. വാസ് തിങ്കിങ് ഇത് എപ്പോഴെങ്കിലും ഷെയർ ചെയ്യണമെന്ന് ആലോചിച്ചു. എന്നാൽ ഐ ബിലീവ് ലാസ്റ്റ് വീക്ക് വാസ് സോ പ്രഷ്യസ്. കഴിഞ്ഞ ആഴ്ച വളരെ ഒരു അമൂല്യമായിട്ടുള്ള ഒരു ആഴ്ചയായിരുന്നു. കാരണം 23 ജനുവരി ഡോക്ടർ ഗ്രഹാം സ്റ്റെയിൻസ് യേശുവിൻ്റെ നാമം മുഖാന്തരം
തൻ്റെ ജീവനെ നൽകിയതിൻ്റെ 25-ാമത്തെ വാർഷികം. അത് ആ കുടുംബത്തിൻ്റെ 25 വർഷത്തിൻ്റെ ക്ഷമയുടെ കഥയുമാണ്. ഹല്ലേലൂയ. സോ അത് ഓർത്ത് പ്രാർത്ഥിച്ചായിരുന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ ഈ ആഴ്ച ചിലരെ കാണുവാനായിട്ട് ദൈവം ഇടയാക്കി. ഇതൊരു നമ്മൾ നിശ്ചയമായും വളരേണ്ട ഒരു മേഖലയാണെന്ന് മനസ്സിലാക്കുകയും അനേക ബലവാന്മാരെ പിടിച്ച് താഴെയിടുന്ന ഒരു പ്രശ്നവുമായതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തീരുമാനിച്ചു നോട്ട്സ് തീർന്നത് വരെ ഈ സീരീസ് അങ്ങ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഹല്ലേലൂയ. നമുക്ക് പതുക്കെ പോവാം, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് ഈ യാത്രയിൽ നമ്മുടെ കൂടെ ഉണ്ട്. പരിശുദ്ധാത്മാവ് ക്ഷമിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് ക്ഷമ സ്വീകരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ആമേൻ. എനിക്ക് തോന്നുന്നു ഈ കാര്യത്തെക്കുറിച്ചൊന്നും ഞാൻ പല വാക്യങ്ങളും എടുത്തു നോക്കിയപ്പോഴത്തേക്കും പ്രത്യേകിച്ച് സംശയിക്കാൻ തക്കവണ്ണമായിട്ടൊന്നുമില്ല. ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ചില കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നിരപ്പാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിരപ്പാക്കാൻ പാടില്ല, പക്ഷെ നിരപ്പാകുക എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി പേര് ഒരു നിരപ്പായിട്ടിരിക്കുവാണ്. ഇനി അങ്ങോട്ട് ഒരു ചുവടെടുക്കാനായിട്ടുള്ളൊരു പരുവമില്ലാതിരിക്കുക. പക്ഷെ കർത്താവ് പറഞ്ഞിരിക്കുന്ന എല്ലാത്തിനും നമുക്ക് ദൈവത്തിന് കൃപയുണ്ട്. ആമേൻ. യാത്രയിൽ അപ്പം പരിശുദ്ധാത്മാവിൻ്റെ കൂടെ എന്നോട് കൂടെ സഞ്ചരിക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ആമേൻ. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഒത്തിരി ഒന്നും എനിക്ക് പറയാനില്ല, പക്ഷേ ഓരോരോ വാക്യങ്ങൾ നമ്മൾ ഒന്നിച്ച് വായിക്കാൻ പോവുക. പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടും. കാരണം ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ വാക്യമാണ്. ഇത് ഇടപെടുന്ന വാക്യങ്ങൾ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ഓർത്തിരിക്കാമോ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്യാമോ? കാരണം ഇത് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുന്ന വാക്യമാണ്. ഹല്ലേലൂയ. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം പറയുന്നത്, 4-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് അറിയും. നിങ്ങൾ എന്തിനാ ഈ വഴക്കുണ്ടാക്കുന്നു? നിങ്ങളെന്തിനാ ഈ പ്രശ്നം ഉണ്ടാക്കുന്നു? നിങ്ങൾ ഇച്ചിരി സെൽഫിഷ് ആയതുകൊണ്ടല്ലേ? നിങ്ങൾക്ക് ഇല്ലാത്തത് നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ടല്ലേ? ചോദിച്ചിട്ടും കിട്ടുന്നില്ലെങ്കിൽ അത് ശരിക്കും സെൽഫിഷ് ആയിട്ടല്ലേ? ഇങ്ങനെയൊക്കെയാണ് യാക്കോബ് അവിടെ പറയുന്നത്. എന്നിട്ട് പിന്നെ 6-ാമത്തെ വാക്യത്തിൽ പറയുക, ദൈവം താഴ്മപ്പെടുന്നവർക്ക് കൃപ നൽകും, എന്നാൽ നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കും. കർത്താവ് പൊതുവെ വഴക്കിടാറില്ല, പക്ഷെ നിഗളികളെ കാണുമ്പം കർത്താവിന് പോലും തോന്നുന്ന ഒന്ന് വഴക്കിട്ടേക്കാം. ഇതെൻ്റെ കണ്ടംപററി വേർഷനാണ് കേട്ടോ. അപ്പം നമുക്കൊരു പക്ഷേ തോന്നുമായിരിക്കാം, ഞാൻ അത്ര വലിയ നിഗളിയൊന്നുമല്ല, ഞാൻ അത്ര വലിയ പ്രശ്നക്കാരനൊന്നുമല്ല. അവിടെ ഇങ്ങനെ 1-2 വന്നപ്പോൾ ഒരു പണ്ടൊരു ഇടി ഇടിച്ചു, പിന്നെ ഒരു കേസുണ്ട്, പിന്നെ ഇവിടെ ഒരു മൂക്ക് ഇടിച്ചു പൊട്ടിച്ചു, അത്രയൊക്കെ ഉള്ളു. വേറെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പണ്ട് ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ അത്രയും മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ഒരു പൂച്ചട്ടി എടുത്ത് ഒരാളുടെ തലയിൽ അടിച്ചു പൊട്ടിച്ചു, ഇത്രയൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷെ ദൈവത്തിൻ്റെ ആ താഴ്മപ്പെടുന്നതിൻ്റെയും നിഗളിയാവുന്നതിൻ്റെയും ഒരു ഇംപ്ലിക്കേഷൻ, ഒരു ലക്ഷണം ആ 6-ാമത്തെ വാക്യം കഴിഞ്ഞ് 7-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പം 6-ാമത്തെ വാക്യം പറയുന്നത് കൃപ താഴ്മപ്പെടുന്നവർക്ക് ലഭിക്കും, ദൈവം നിഗളികളെ എതിർക്കും, ആകയാൽ നീ താഴ്മപ്പെടുന്നവനാണെങ്കിൽ, നീ നിഗളി അല്ലെങ്കിൽ, ആകയാൽ ദൈവത്തിന് വിധേയപ്പെടണം. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടുപോകും. ഇന്ന് നമ്മൾ ദൈവവചനം വായിക്കുന്നതിന് മുമ്പാകെ എനിക്ക് ഈ ഒരു പശ്ചാത്തലം സെറ്റ് ചെയ്യണം. ദൈവവചനം കണ്ടിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല കർത്താവേ എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ കൃപ നിങ്ങളോടൊപ്പമുണ്ട്. ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ തക്കവണ്ണം ബലപ്പെടുത്താനായിട്ട് നമ്മുടെ കൂടെയുണ്ട്. എന്നാൽ എനിക്ക് ചെയ്യാൻ ഒക്കത്തില്ല എന്ന് പറയുമ്പം, എനിക്ക് ചെയ്യാൻ സൗകര്യമില്ല, എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുന്നത്, I want to tell you, it's a dangerous place. അത് പിന്നെ നമ്മൾ
എത്ര മറ്റു കാര്യങ്ങളിൽ നിഗളിയല്ല എന്ന് തോന്നിയാൽ പോലും ദൈവത്തിന് കീഴ്പ്പെടാത്തവൻ നിഗളിയാകുന്നു എന്ന് ഈ 2 വാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആമേൻ. ദൈവത്തിൻ്റെ വചനത്തിന് നമ്മൾ താഴ്മപ്പെടാൻ ഒരുക്കമാണോ? ആമേൻ. ആമേൻ. നമ്മൾ ആദ്യത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അത് പറയുന്നത്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കാനിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ക്ഷമിച്ചിരിക്കുന്നത് പോലെ, അതായത് എൻ്റെ പാർട്ട് കഴിഞ്ഞു. അടുത്തൊരു വാക്യം നമുക്ക് കാണാൻ കഴിയുന്നത് അത് തന്നെ കഴിഞ്ഞ് 14-ാമത്തെയും 15-ാമത്തെയും വാക്യം. ബിക്കോസ് അവിടെ എസ്റ്റാബ്ലിഷ് വൺ ട്രൂത്ത് ഹിയർ. 14-ാമത്തെയും 15-ാമത്തെയും വാക്യം, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ. ആദ്യത്തെ വാക്യം പറയുന്നത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞു. അത് ഈ കടമാണെങ്കിലും വേറെ ഏത് കടമാണെങ്കിലും ഒരു ദൈവികത ഇല്ലാതെ ഉള്ള പ്രവൃത്തി, എന്നിൽ നിന്ന് എൻ്റെ ബഹുമാനം എടുത്തു മാറ്റിയതുപോലെയുള്ള പ്രവൃത്തി, എന്നെ സ്നേഹിക്കാതിരുന്നതായിട്ടുള്ള പ്രവൃത്തി, എന്ത് കടം എന്നിൽ നിന്ന് വന്നാലും ശരി, ഞാൻ ആ വ്യക്തിയോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ എന്നോട് ക്ഷമിക്കണമേ എന്ന് യേശു കർത്താവ് പഠിപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു കാര്യം, എൻ്റെ പാപക്ഷമയ്ക്ക് വേണ്ടി ഞാൻ ദൈവത്തിൽ ആശ്രയിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ചിലർ പറയാറുണ്ട്, കർത്താവ് എല്ലാം അറിയുന്നു. കർത്താവിനെല്ലാം അറിയാറുണ്ടെങ്കിൽ ഈ വരിയുടെ ഒരാവശ്യമില്ലായിരുന്നു. കർത്താവിനെല്ലാം അറിയുന്നു എന്നുള്ളത് വളരെ കറക്റ്റാണ്. നമുക്ക് ചില അത്യാവശ്യ കാര്യങ്ങൾ അറിയുമോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ദൈവം ഈ വരി വെച്ചിരിക്കുന്നത്. ദാറ്റ്സ് ഒരു 5 തവണയെങ്കിലും നമ്മളിത് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും പിന്നെ ബോറടിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല. കാരണം ഒരു വശത്ത് നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു വശത്ത് റിപ്പൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പിന്നെയും പാപം ചെയ്യുന്നു, പിന്നെ അനുതപിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഇവിടെ ഹൃദയത്തിൽ നിന്ന് നമ്മളോട് ചോദിക്കുകയാണ്, അതായത് നിനക്ക് നിൻ്റെ പാപക്ഷമയ്ക്ക് വേണ്ടി ദൈവമുമ്പാകെ വരാൻ കഴിയുമോ? ദൈവത്തോട് നമ്മുടെ പാപത്തെക്കുറിച്ച് അനുതപിച്ച് കർത്താവിനോട് ചോദിക്കുമ്പം കർത്താവ് നമ്മളോട് ക്ഷമിക്കും. ആമേൻ. ഇന്നിവിടെ ആയിരിക്കുന്ന ആരെങ്കിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വരാൻ കഴിയാതെ, ദൈവത്തിന് മുമ്പാകെ വരാൻ കഴിയാത്തവണ്ണം ലജ്ജയിലൂടെ കടന്നു പോകുന്നെങ്കിലും ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചാൽ, ദൈവത്തോട് ചോദിക്കുകയാണ്, കർത്താവെ എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിൻ്റെ ആ യാഗത്തിന് തുല്യമായി നിൽക്കാൻ മറ്റു ഒരു പാപവുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് എത്രമാത്രം ഘനമേറിയ പാപമാണെങ്കിലും ശരി, ഇന്ന് ഉറപ്പിച്ച് മനസ്സിലായിക്കോണം, എനിക്ക് യേശു ക്രിസ്തുവിങ്കൽ പാപത്തിൻ്റെ ക്ഷമയുണ്ട്. അത് എത്ര ഇൻറ്റൻസിറ്റി കൂടിയ ഒരു പാപമാണെങ്കിലും ശരി, ചെറിയ 10 തവണ ചെയ്ത പാപമാണെങ്കിലും ശരി, ഏത് നിലവാരത്തിലുള്ള പാപമാണെങ്കിലും ശരി. ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് പാപത്തിൻ്റെ ബഹുത്വമല്ല, ഹൃദയത്തിൻ്റെ മാറ്റമാണ് ഇവിടെ നോക്കുന്നത്. ഞാൻ ദൈവത്തോട് ഈ പാപം ക്ഷമിക്കണമേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ വിഷമിച്ച്, എനിക്ക് എൻ്റെ പിതാവിന് ചേരാത്തൊരു പ്രവൃത്തി ഞാൻ ചെയ്തു എന്നുള്ള മനോഭാവത്തിലാണോ ഞാൻ ചോദിക്കുന്നത്, കർത്താവെ എൻ്റെ പിഴകൾ എന്നോട് ക്ഷമിക്കണമേ? ഇന്ന് ആർക്കെങ്കിലും അങ്ങനെ ഒരു ക്ഷമയുടെ ആവശ്യമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളത് ദൈവത്തോട് ചോദിക്കണം. രണ്ടാമതായിട്ട് ഈ വേദഭാഗത്തിൽ നമുക്ക് കാണുന്നത്, ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞാൻ എൻ്റെ കടക്കാരോട് ക്ഷമിച്ചു കഴിഞ്ഞു. ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ഞാൻ പഠിപ്പിക്കാൻ പോവുക എന്താ ക്ഷമ, എന്താ നിരപ്പ്. ഇതിനകത്തുള്ള വ്യത്യാസങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു തെറ്റായിട്ടുള്ള രീതിയിൽ ചില കാര്യങ്ങളെ അനുമാനിക്കുമ്പോൾ നമ്മളെ സഹായിക്കുകയില്ല. ക്ഷമ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരു വ്യക്തിയുടെ തീരുമാനമാണ്. നിരപ്പിനകത്ത് പല വ്യക്തികൾ ഉൾപ്പെട്ടിട്ടുണ്ടാകാം. ക്ഷമിക്കുക എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരു വ്യക്തിയുടെ തീരുമാനം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന് 14ഉം 15ഉം വാക്യങ്ങൾ പറയും, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ. ആദ്യത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, ഏതൊക്കെയോ ക്ഷമിച്ച ആൾക്കാരോട് കർത്താവ് സംസാരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ സംസാരിച്ചോന്ന് തോന്നുന്നു. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ.
അല്ലേ കർത്താവ് വിചാരിച്ചിട്ടുണ്ടാകും ഇത് പ്രാർത്ഥിക്കും, അവൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഉടനെ ക്ഷമിച്ചിട്ട് വന്നിട്ടേ ബാക്കി വരികൾ പ്രാർത്ഥിക്കത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. എന്നാൽ രണ്ടാമതായിട്ടുള്ള ആ വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ, ഇറ്റ് ഈസ് ട്രൂലി കണ്ടീഷണൽ. വ്യവസ്ഥകളില്ലാതെ നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. പക്ഷേ ക്ഷമയുടെ കാര്യത്തിൽ കർത്താവ് ഇവിടെ ചില വ്യവസ്ഥകൾ വെക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. ഇനി അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് വളരെ ക്ലിയർ ആക്കാൻ വേണ്ടി പറഞ്ഞേക്കാമെന്ന് വിചാരിച്ച് കർത്താവ് വീണ്ടും എഴുതുക, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. ഈ രണ്ട് വാക്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണ്, ഡിവൈൻ ഫൊർഗിവ്നെസ് ഈസ് ടൈഡ് ടു ഇന്റർപേഴ്സണൽ ഫൊർഗിവ്നെസ്. ദൈവത്തിൻ്റെ ക്ഷമ നമ്മളിലേക്ക് വ്യാപരിക്കുന്നത് നാം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് മനസ്സിലായോ? ആമേൻ. ഇച്ചിരി വേദനിപ്പിക്കുന്ന സത്യമാണെങ്കിലും ഞാൻ വിചാരിച്ച കർത്താവിൻ്റെ കൂടെ മാത്രം ഒതുങ്ങി ഒന്ന് ജീവിച്ച് ബാക്കി ആരുടെ ഉപദ്രവം കിട്ടാതെ ജീവിച്ചു പോകാമെന്ന് വിചാരിക്കും. പക്ഷെ കർത്താവ് ഇങ്ങനെ ഒരു വ്യവസ്ഥ അല്ലെ ആപ്പ് വയ്ക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആപ്പ് വയ്ക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിനെ ബൈപ്പാസ് ചെയ്യാനായിട്ട് ദൈവം ഒരു ക്രമീകരണം ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് ക്ഷമിക്കേണ്ട ആവശ്യമുള്ള ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അത് ഫ്രീ ആയിട്ട് ഒഫൻസ് ഈ ലോകത്തിൽ മുഴുവൻ വരുന്നുണ്ട്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എല്ലാ വഴിയിലും വരുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ദശാംശം നമ്മൾ മാസത്തിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലോ ഒക്കെ കൊടുക്കുന്നവർ കാണുമായിരിക്കാം. ക്ഷമ എന്നും ചെയ്യേണ്ടതായതുകൊണ്ട് ഇത് പഠിച്ചേ പറ്റത്തുള്ളൂ. ഇടർച്ചയെക്കുറിച്ച് തിരുവചനം പറയുന്നത് ഇടർച്ച ഇനെവിറ്റബിൾ എന്നാണ് പറയുന്നത്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ചുറ്റുമുള്ള പലരും ദൂതന്മാരും ഒന്നും അല്ലാന്ന് ഈ സമയം കൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോഴത്തേക്കും ഇടർച്ച ഉറപ്പായിട്ടും സംഭവിക്കും. അതുകൊണ്ട് ഉറപ്പായിട്ടും സംഭവിക്കുന്ന ഒരു എക്സാം ആണെങ്കിൽ നമ്മൾ പിള്ളേരോട് എന്താ പറയുന്നത്? അപ് ടു ഡേറ്റ് ആകാം എന്നാ പറയുന്നത്, അല്ലേ? കർത്താവ് പറയാ നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ഈ കാര്യങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യാം. കാരണം ദൈവം നമ്മളെ ഒരിക്കൽ ക്ഷമിച്ചതുകൊണ്ടല്ല നാം ഇന്നിവിടെ ആയിരിക്കുന്നത്. കർത്താവ് അനുദിനം നമ്മളോട് ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വളരാനായിട്ടൊരു അവസ്ഥ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുദിനം അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, കർത്താവ് നമ്മളോട് എന്നും ക്ഷമിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാട്ടെ. അപ്പം കർത്താവ് നമ്മളോട് എന്നും ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറയുമ്പോൾ താങ്ക് യു ജീസസ് എന്ന് നമ്മൾ പറയും. പക്ഷേ മറ്റുള്ള ആളോട് ക്ഷമിക്കേണ്ട കാര്യം പറയുമ്പോഴത്തേക്കും ഒത്തിരി വ്യവസ്ഥകൾ നമ്മൾ പറയും താങ്ക് യു മോസസ്. നമ്മൾ ഒത്തിരി പ്രമാണമൊക്കെയാണ് നമ്മുടെ മനസ്സിലപ്പോൾ വരുന്നത്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ഏത് വാക്യമുണ്ട് ഇവനിട്ട് കാച്ചാൻ വേണ്ടി എന്നെ എടുക്കാൻ പറ്റുന്നെന്നുള്ളത് നമ്മൾ നോക്കുക. പക്ഷേ തുടർമാനമായിട്ട് തിരുവചനം ശാസിക്കുന്നൊരു കൂട്ടമുണ്ട്, കപടഭക്തിക്കാർ, ഹിപ്പോക്രൈറ്റ്സ്. പല വ്യക്തികളും എന്നോട് കണക്ട് ചെയ്ത് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും അവരുടെ വിഷമം പറയുന്ന കൂട്ടത്തിലേക്ക് പറഞ്ഞു, അത് എന്തൊരു ഹിപ്പോക്രൈറ്റാ പാസ്റ്ററെ, അതെങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് സ്വന്തം കാര്യം അങ്ങനെ ചെയ്ത് എങ്ങനെയാ പാസ്റ്ററെ? വളരെ കറക്റ്റാ. ക്ഷമയുടെ കാര്യം വരുമ്പോഴും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളും ചെയ്യുന്നത് ഇത് തന്നെയാണ്. ആമേൻ. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിൻ്റെതായിട്ടുള്ള രൂപത്തിലേക്ക് നമ്മളെ മാറ്റാൻ ആഗ്രഹിക്കുമ്പോഴത്തേക്കും ഇത് കർത്താവിൻ്റെ വലിയൊരു സ്വഭാവമാണ്. നമുക്ക് വേണ്ടി നാം അർഹിക്കാത്ത ആ നിത്യജീവൻ നമുക്ക് നൽകാനായിട്ട് ഒരു വലിയ പ്രവൃത്തി ചെയ്തു. ഇന്നും അതിൽ നിലനിന്നുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഞാൻ ശ്രീമതി ഗ്ലാഡിസ് സ്റ്റെയിൻസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 25 വർഷമായിട്ട് താൻ കൊടുത്ത ആ ക്ഷമയിൽ നിലനിന്നുകൊണ്ടിരിക്കുക. ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ സ്വഭാവത്തെ നാം പ്രതിഫലിപ്പിക്കുന്ന വ്യക്തികളാകണമെങ്കിൽ നാം ക്ഷമിക്കുന്ന ക്രിസ്ത്യാനികളായേ മതിയാകൂ. ആമേൻ.
ക്ഷമിക്കുന്ന ക്രിസ്ത്യാനികളായേ മതിയാകൂ. എത്ര വട്ടം ക്ഷമിക്കണം? നമ്മൾ ആ വാക്യം നമ്മൾ നോക്കാൻ പോവുക. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 35 വരെ വാക്യങ്ങളിലെ ചില ദൈവത്തിൻ്റെ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പോവുക. പത്രോസിന് ഇത് കേട്ടപ്പം ഇച്ചിരി ഭാരം തോന്നിയെന്ന് തോന്നുന്നു. അപ്പോൾ പത്രോസ് അവൻ്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ, ഓക്കെ, ജാതികളോ അല്ലെങ്കിൽ അവിശ്വാസിയോ ഒന്നുമല്ല, എൻ്റെ കൂട്ടാണോ എന്നറിയില്ല, പക്ഷെ എൻ്റെ കൂട്ട് സഹോദരനാണ്. ഇത് 2 ഓപ്ഷനാണ്. അപ്പം ഈ സഹോദരൻ എന്നോട് പിഴച്ചാൽ, അല്ലെങ്കിൽ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട് 7 വട്ടമല്ല 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇത് തീർച്ചയായിട്ടും കർത്താവ് ആഗ്രഹിക്കുന്നതിൻ്റെ കണക്കെടുത്ത് സ്കോർ എടുക്കാനായിട്ടല്ല. കാരണം നമ്മൾ 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സ്നേഹം തെറ്റുകളുടെ ഒന്നും കണക്കെടുക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ വചനം കൊണ്ട് തന്നെ പഠിക്കുന്നവരായിട്ട് നമുക്ക് വളരാം. സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. അടുത്ത വാക്യങ്ങൾ അവിടെ നിൽക്കട്ടെ. സ്വർഗരാജ്യത്തിൽ അക്കൗണ്ട്സ് ടീമുണ്ട്. വെരി 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 സീരിയസ്. വെരി വെരി സീരിയസ്. അക്കൗണ്ട്സ് ടീം പല ടീമിനും ഒരു തലവേദനയാണ്. ഒരർത്ഥത്തിൽ. പക്ഷെ നിങ്ങൾക്കറിയാമോ, എന്തെങ്കിലും ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗ്ലോ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇവിടെ മെൻസ് ടീം എങ്ങനെ ക്രിക്കറ്റ് കളിക്കുവാണോ, നന്നായി ഇതൊന്നും ആരും അന്വേഷിക്കത്തില്ല. അക്കൗണ്ട്സ് എടുക്കുന്ന അന്വേഷണം വരാറുള്ളൂ. അഡ്മിനിസ്ട്രേഷൻ, കാര്യവിചാരകത്വം എങ്ങനെ, പരിപാലനം എങ്ങനെ നടക്കുന്നു, ഈ 2മേ നോക്കാറുള്ളൂ. ബാക്കിയൊക്കെ ഒരു സൈഡിൽ വളർന്നാലും സർക്കാരിന് കുഴപ്പമില്ല. ഇതിനകത്ത് ഒരുപാട് നമ്മുടെ സ്വഭാവം അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ രാജ്യത്തിലും വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഒരു കാര്യം നമ്മളൊന്ന് മേടിക്കാമെന്ന് ചിന്തിക്കുമ്പോൾ അക്കൗണ്ട്സിൽ 4-5 ചോദ്യം ചോദിക്കും. എവിടുന്നാണ് മേടിക്കുന്നത്? വൗച്ചറുണ്ടോ, ബില്ലുണ്ടോ, ഒപ്പുണ്ടോ, സീലുണ്ടോ? അപ്പോൾ നമ്മളേക്കും ആണ്, കർത്താവേ വേണ്ട, ഏതേലും കാക്കയെ വിട്ടിട്ട് സാധനം തന്നേരും. കണക്ക് സൂക്ഷിക്കാൻ പാടാ. കണക്കിൽ കൃത്യമായിട്ടിരിക്കുന്നത് തൻ്റെ സ്വഭാവത്തിൽ കൃത്യതയുള്ളവന് മാത്രമേ കഴിയുകയുള്ളൂ. ആമേൻ. തിരുവചനം പറയുന്നത് സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിന് സദൃശ്യം. വെരി സീരിയസ്. കാരണം നമ്മൾ യേശുക്രിസ്തുവിനെ മുഖാമുഖം കാണുമ്പോൾ കർത്താവ് ഒരിക്കലും ഇവിടെയുള്ള കസേരയുടെയും കാര്യങ്ങളൊക്കെ ആണോ ഏറ്റവും ആദ്യം ചോദിക്കാമെന്ന് എനിക്കറിയുകയില്ല. കർത്താവ് നിശ്ചയമായും ചോദിക്കാൻ പോകുന്നൊരു കണക്കുണ്ട്. നിൻ്റെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ഏറ്റവും വിലപ്പെട്ട വ്യക്തിബന്ധങ്ങളെ നീ എങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിൽ നീ പരിപാലിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഗിഫ്റ്റ് പറയാമോ? റോയ്ച്ച, ഏറ്റവും ഇഷ്ടമുള്ളൊരു ഗിഫ്റ്റ് എന്താ വെച്ചാ? ഉറക്കെ പറഞ്ഞ് നല്ല ചാൻസാണ് കിട്ടാൻ. ഓക്കെ, ഏറ്റവും ഹാപ്പി ആക്കുന്ന ഒരു ഗിഫ്റ്റ് എന്താ വെച്ചാ? ബൈബിളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ബുക്സാണ് റോയ്ച്ചാന് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള. ഓൺലൈൻ കളിക്കുന്നവരും കേട്ട് മനസ്സിലായല്ലോ. പൗലോച്ചാൻ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ഗിഫ്റ്റ് ഏതാ വെച്ചാൽ? അതായത് ബേസിക്കലി ഇപ്പോൾ ആരെങ്കിലും തരുവാണെങ്കിൽ താങ്ക് യു സോ മച്ച് എന്ന് അങ്ങനെ വല്ലതും ഉണ്ടോ? അതായത് എന്താണ്? ലിക്കർ അച്ചാന് തീരെ ഇഷ്ടമല്ല. നമ്മൾ കർത്താവിനെ കാണുമ്പോൾ ഉണ്ടല്ലോ, അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ പ്രതിഫലം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് നൽകാവുന്ന ഏറ്റവും മികച്ച ദാനം, ഗിഫ്റ്റ്. കർത്താവിനെ കാണുമ്പം നമുക്കറിയാം, നമ്മൾ ആരുടെയെങ്കിലും അടുക്കൽ പോകുമ്പോഴത്തേക്കും വെറും കൈയോടെ പോകുന്ന നമുക്ക് ഇഷ്ടമല്ല, അല്ലേ? അവർ ഏറ്റവും പ്രത്യേകമാണ് നമുക്കെന്ന് മനസ്സിലാക്കാനായിട്ട്, അവർക്കും അറിയാനായിട്ട് ആ സ്നേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു ടോക്കൺ നമ്മൾ കൊണ്ടുപോകും, അല്ലേ? നമ്മുടെ കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദാനം, ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനം എന്ന് പറയുന്നത് അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ പ്രതിഫലം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ആത്മാക്കളാണ്. ഹല്ലേലൂയ.
ആകയാൽ എത്ര ജ്ഞാനത്തോടുകൂടെ നമ്മൾ നമ്മുടെ വ്യക്തിബന്ധങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യണം. അതുകൊണ്ട് ഈ കാര്യത്തിൻ്റെ കണക്ക് ഈ രാജാവിന് വളരെ പ്രത്യേകമാണ്. ഈ കാര്യത്തിൽ കർത്താവ് കണക്ക് തീർക്കാൻ ഭാവിക്കുന്നു. ഇതിനകത്തൊരു റെക്കണിങ് ഡേ ഉണ്ട്, ഇതിനകത്തൊരു ടാലി ചെയ്യുന്ന ദിവസമുണ്ട്, ഇതിനകത്ത് ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നൽകേണ്ടി വരുന്ന ദിവസങ്ങളുണ്ട്. സ്വർഗരാജ്യം അങ്ങനെ ചെയ്യാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാ വ്യക്തിബന്ധങ്ങളിലും കർത്താവിൻ്റെ സ്വഭാവത്തോടുകൂടെ ഇടപെടാനായിട്ടും, കർത്താവിനെ ഞങ്ങൾ മുഖാമുഖം കാണുമ്പോൾ ലജ്ജിപ്പാൻ ഇടവരാതെ അങ്ങയുടെ ഇഷ്ടപ്രകാരം ഞങ്ങളുടെ എല്ലാ വ്യക്തിബന്ധങ്ങളെയും ശുശ്രൂഷിക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾ ഇന്ന് ചോദിക്കുന്നു. പുതിയ ശക്തി ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവ് അത് ചെയ്യണമേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ആ രാജാവ് കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. കർത്താവ് കണക്ക് നോക്കി തുടങ്ങി. ഒരാൾ ഉഗ്രൻ ഡെബിറ്റിൽ കിടക്കുകയാണ്, 10,000 താലന്ത് കടംപെട്ടിരിക്കുകയാണ്. അവന് വീട്ടുവാൻ വകയില്ലാകിയാൽ അവൻ്റെ യജമാനൻ അവനെയും ഭാര്യയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. ആ യജമാനന് നോക്കിയപ്പോഴത്തേക്കും ഈ വ്യക്തി കടം വീട്ടാനുണ്ട്, പക്ഷെ ആ കൽപ്പന ഇച്ചിരി കട്ടിയായിപ്പോയി. നീ നിന്നെ തന്നെ വിൽക്ക്, നിന്റെ ഭാര്യയെ വിൽക്ക്, നിന്റെ മക്കളെ വിൽക്ക്, നിനക്കുള്ളതൊക്കെയും വിറ്റ് നീ കടം തീർക്ക്. ഇത് നമ്മളോട് എന്താ പറയുന്നത്? ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചിന്ത വരുന്നുണ്ടോ? ഈ വാക്യം വായിക്കുമ്പോൾ ഈ രാജാവ് എന്തോ ഇതിനകത്തൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ നിനക്ക് തന്ന പണമുണ്ടല്ലോ, ഐ എം വെരി സീരിയസ് അബൌട്ട് ഇറ്റ്. ഞാൻ നിനക്ക് തന്നിരിക്കുന്ന എൻ്റെ പുത്രനെ ഞാൻ ക്രൂശിൽ നൽകി, മറുവിലയായിട്ട് നൽകി. പാപമില്ലാത്ത സ്വർഗകുമാരനെ ഞാൻ ക്രൂശിൽ നൽകി, അതിന് ദാനമായിട്ട് പകരമായി നിനക്ക് നൽകിയ ജീവൻ, ഐ എം പ്രിറ്റി സീരിയസ് അബൌട്ട് ദാറ്റ്. ഞാൻ അതിനെക്കുറിച്ച് വളരെ ഗൗരവത്തോടുകൂടെ ഞാൻ കാണുന്നു. അതിനെ മാനിക്കാൻ നിനക്കറിയുകയില്ല എങ്കിൽ there is a consequence that awaits you. അതിനൊരു പരിണിത ഫലമുണ്ട്. ദൈവം നാം എങ്ങനെ ദൈവത്തിൻ്റെതായിട്ടുള്ള പ്രവൃത്തിയെ കാണുന്നു, ദൈവത്തിൻ്റെ യാഗത്തെ കാണുന്നു, കർത്താവ് ഗൗരവം എന്ന് വിളിക്കുന്നതിനെ നാം എത്ര ബഹുമാനിക്കുന്നു, ഇതെല്ലാം ദൈവത്തിന് ഏറെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അങ്ങനെ പറയുക, നിനക്കുള്ളതെല്ലാം. ഇത് മാത്രം കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും ഈ രാജാവ് ഒരു കണ്ണിച്ചോരയില്ലാത്ത രാജാവാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ രാജാവ് ഇത് വെറുതെ പറയുന്ന രാജാവല്ല, തൻ്റെ സ്വന്തം കുമാരനെ നൽകിയ രാജാവ്. ഹല്ലേലൂയ. He's not ready to bear us trampling the blood of Jesus. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന്മേൽ നമ്മൾ ചവിട്ടി ഗർവത്തോടുകൂടെയും നിഗളികളായി നടക്കുന്നത് കാണാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചെല്ലാം ഒരു കണക്ക് പുസ്തകമുണ്ടെന്നും ഈ കണക്കിനെ സംബന്ധിച്ച്, ക്രൂശിൽ നൽകിയ വിലയെ സംബന്ധിച്ച് ഈ രാജാവ് ഏറെ ഗൗരവത്തോടുകൂടെ കാണുന്നു എന്നുള്ളത് ഈ വാക്യം വിളിച്ചു പറയുകയാണ്. ആമേൻ. ഇത് മനസ്സിലായപ്പോഴത്തേക്കും ഈ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു. യജമാനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസൻ്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ച് കടവും ഇളച്ചു കൊടുത്തു. നമുക്കൊരിക്കലും നികത്തുവാൻ കഴിയാഞ്ഞ ഒരു കടം നമ്മുടെ അകത്തുണ്ടായിരുന്നു, നമ്മുടെ പേരിലുണ്ടായിരുന്നു. ആ കടം കാരണം നാം അർഹിച്ചത് മരണമായിരുന്നു, നിത്യ നരകമായിരുന്നു. യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ച് ചോദിച്ചപ്പോൾ, നമുക്ക് മറുവിലയായി നിന്നപ്പോൾ, ഈ രാജാവ് നമ്മുടെ കടങ്ങൾ ഇളച്ച് നമ്മളെ വിട്ടയച്ചു.
3 മാസം കൂടെ കഴിഞ്ഞ് പലിശയും കൂടെ ചേർത്ത് അടയ്ക്കണമെന്നല്ല പറഞ്ഞത്. ഹി റോട്ട് ഓഫ്. വലിയ കരുണ ഈ രാജാവ് ആ ദാസന്റെ മേൽ കാണിച്ചു. നമ്മുടെ മേൽ ഈ ദൈവം വലിയ കരുണ കാണിച്ചു. ആ രാജാവിന് ഗൗരവമെന്ന് എണ്ണേണ്ടിയിരിക്കുന്ന കാര്യത്തെ നമുക്ക് വേണ്ടി തൽക്കാലം ഒന്ന് മാറ്റിവെച്ചു. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ നാം കാണുന്ന ഒരു കാര്യമാണ്. അതായത് സ്നേഹം എപ്പോഴും മറ്റേ വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നു. എനിക്ക് പ്രിയപ്പെട്ടതൊന്നും പ്രിയപ്പെട്ടതല്ലെന്നല്ല അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ മറ്റേ വ്യക്തിക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് മൈ ചോയ്സ്. അത് ദൈവികമായുള്ള ചില തിരഞ്ഞെടുപ്പുകളാണ്. അവൻ ആ ദാസനെ വിട്ടയച്ചു. എന്നാൽ ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ട ഒരു കൂട്ടുദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി. 10,000 എനിക്ക് കടമുണ്ടായിരുന്നു. അത് കരുണ കൊണ്ട് ഞാൻ കരഞ്ഞും കൂവിയുമൊക്കെ എങ്ങനെയൊക്കെയോ ഞാൻ ഇളച്ചെടുത്തു. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ ആ കരുണയെക്കുറിച്ചൊരു നന്ദിയില്ലായിരുന്നു. ഈ യജമാനൻ്റെ ആദ്യത്തെ കൽപ്പന തൻ്റെ ഭാര്യയും മക്കളെയും എല്ലാം വിറ്റ് അത് വീട്ടണമെന്നായിരുന്നാൽ എൻ്റെ കണ്ണുനീര് കണ്ട്, എൻ്റെ പ്രയാസം കണ്ട് ഈ രാജാവ് അതിൻ്റെ ഗൗരവം മാറ്റിവെച്ച് എനിക്ക് വേണ്ടി കരുണ കാണിച്ചു. എനിക്കതിൻ്റെ സൗകര്യം ഇഷ്ടപ്പെട്ടു. എന്നാൽ അതിനെ ബഹുമാനിക്കാനായിട്ടുള്ള ഹൃദയം എനിക്കില്ലായിരുന്നു. അതെത്രമാത്രം ഒരു വ്യക്തിയുടെ ജീവിതത്തിലൊരു മാറ്റം കൊണ്ടുവരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ പോകുന്ന വഴിക്ക് ഒരു 100 കാശ് കടംപെട്ട ഒരുത്തൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി. കാരണം അവന് പറയാനുള്ളത് പോലും എനിക്ക് കേൾക്കാനുള്ള മനസ്സലിവോ ക്ഷമയോ എനിക്കില്ല. അവൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി. നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. അവൻ്റെ കൂട്ടുദാസൻ എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാം എന്ന് അവനോട് അപേക്ഷിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിലാക്കി വെച്ചു. തൊണ്ടയ്ക്ക് പിടിച്ചപ്പോൾ മുമ്പത്തെ സീനിൽ പോലെ തന്നെ ഇവൻ എങ്ങനെ അപേക്ഷിച്ചോ അതുപോലെ അവൻ്റെ കൂട്ടുദാസനും അപേക്ഷിക്കുക. ഞാൻ തന്നു തീർത്തോളാം, എന്നോട് കരുണ തോന്നണമേ. ഇവിടെ എനിക്ക് ക്ഷമ ലഭിച്ചു, എനിക്കത് ഇഷ്ടപ്പെട്ടു. എന്നാൽ എനിക്ക് ക്ഷമിക്കേണ്ട അവസരം വരുമ്പോൾ എൻ്റെ കാര്യങ്ങൾ എനിക്ക് വളരെ പ്രധാനമായി മാറുന്നു. എനിക്കിനി അവൻ്റെ കാര്യം നോക്കാൻ താല്പര്യമില്ല. അവൻ വീട്ടുവോളം, അവൻ എൻ്റെ പ്രോട്ടോക്കോളിൽ വരുവോളം, അവൻ ഞാൻ പറയുന്ന വഴിക്ക് വരുവോളം ഞാൻ അവനെ തടവിലാക്കിച്ചു. അവനിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നു. അവനെ ഞാൻ വ്യത്യസ്തമായി ഞാൻ ഒറ്റപ്പെടുത്തുന്നു. വ്യത്യസ്തമായ രീതിയിലെല്ലാം അവനോട് ഇടപെടുകയാണ്. തൻ്റെ കൂട്ടുദാസന്മാർ ഇത് കണ്ട് വളരെ ദുഃഖിച്ചു. ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനെ ബോധിപ്പിച്ചു. യജമാൻ അവനെ വിളിച്ചു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കാൽ ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ദൈവം, ആ രാജാവ് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പ്രതീക്ഷ, ദൈവത്തിൻ്റെ എക്സ്പെക്റ്റേഷൻസ് നമ്മോട് പറയുക. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും മറ്റുള്ളവരോട് കരുണ കാണിക്കുക. അല്പസമയത്തിനുള്ളിൽ ഞാൻ ക്ഷമ എന്താകുന്നു, ക്ഷമ എന്തല്ല എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയാൻ പോവുകയാണ്. ഒരുപക്ഷെ ഈ കഥ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കാം, അയ്യോ പാസ്റ്റർ അത്രയും പറ്റത്തില്ല, കാരണം ഞാൻ വലിയൊരു തുകയാണ് കടം കൊടുത്തത്, എനിക്കങ്ങനെ ഇളയ്ക്കാനൊന്നും പറ്റത്തില്ല എന്ന് ചിന്തിക്കുന്നുണ്ടാകാം. ഐ തിങ്ക് പണത്തേക്കാൾ ഉപരിയായിട്ട് ഇതിനെക്കുറിച്ചുള്ള ഹൃദയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. അവൻ കടമൊക്കെയും തീർക്കുവോളം, അവിടെ രാജാവ് പറയുക, അങ്ങനെ യജമാനൻ കോപിച്ച്, യജമാനൻ ഈ കപടഭക്തി കണ്ടിട്ട്, യജമാനൻ ഈ 2 തരത്തിലുള്ള സ്വഭാവം കണ്ടിട്ട്, യജമാനൻ ഈ ഹിപ്പോക്രസി കണ്ടിട്ട് യജമാനൻ കോപിച്ച് അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അതിനുശേഷം ഈ കഥയുടെ എല്ലാം ദ മോറൽ ഓഫ് ദ സ്റ്റോറി ഇവിടെ തിരുവചനം പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സഹോദരനോട്, എന്ന് വെച്ചാൽ സഹോദരിയോട് ക്ഷമിക്കാതിരിക്കാമെന്നല്ല അതിൻ്റെ അർത്ഥം. ഓരോരുത്തരും മറ്റുള്ള വ്യക്തിയോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ നിങ്ങൾ ഇത് അനുഭവിക്കാൻ പോകുന്നതെന്നാണ് തിരുവചനം പറയുന്നത്. എത്രമാത്രം ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ്. നമ്മുടെ രക്ഷയെ തന്നെ ബാധിക്കുന്ന, നമ്മുടെ നിത്യതയെ തന്നെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സത്യമാണ് തിരുവചനം ഇവിടെ ഉപമകളിലൂടെ എല്ലാം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. എന്താ പാപത്തിൻ്റെ ക്ഷമ? പാപത്തിൻ്റെ ക്ഷമ എന്ന് പറയുന്നത് പലരും ഇപ്പോഴും ആരാ ശരി എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാ ശരി എന്നുള്ളൊരു തീരുമാനത്തിൽ വരണമെങ്കിൽ വളരെ വൈകാരികമായിട്ട് സ്റ്റേബിളായിരിക്കുന്ന, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാനായിട്ടുള്ള മനോഭാവമുള്ള രണ്ടാൾക്കാരുണ്ടെങ്കിൽ മാത്രമേ അതിനകത്തൊരു തീരുമാനത്തിൽ വരാൻ പറ്റുകയുള്ളൂ. അത് വേണമെങ്കിൽ 10-1 100-1 ഒക്കെ ആയിരിക്കും. പക്ഷെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്ഷമിക്കുക എന്ന് പറയുന്നത് ഒറ്റ വ്യക്തിയുടെ തീരുമാനം. വളരെ ലളിതമായിട്ട് ഞാൻ ഇന്ന് പറഞ്ഞു തന്നിട്ട് ഞാൻ ഇന്ന് നിങ്ങളെ ദൈവസാന്നിധ്യത്തിൽ ആ ഒരു തീരുമാനത്തിലേക്ക് ഞാൻ ഇന്ന് പുഷ് ചെയ്യാൻ പോവാം. മേ ബി അടുത്ത തവണ ഞാൻ നിരപ്പാകുന്നതിനെക്കുറിച്ച് ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഞാൻ അതിനെക്കുറിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള 3-4-5 സ്റ്റെപ്സ് ഉണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പ്രധാനമായിട്ട് ഞാൻ ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ക്ഷമ എന്ന് പറയുന്നത് ദൈവം വളരെ ഗൗരവമായി കരുതുന്നൊരു കാര്യമാണ്. നമ്മളുടെ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ക്ഷമ നാം മറ്റു വ്യക്തികളോട് ക്ഷമിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തിരുവചനം വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നു. എന്നാൽ അടുത്ത ഭാഗം നമ്മൾ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ക്ഷമ ലഭിക്കുന്നത് മാത്രമല്ല, എൻ്റെ നിത്യത പോലും ഞാൻ ക്ഷമിക്കുന്നതിൽ ആസ്പദമാക്കി അല്ലെങ്കിൽ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ള സത്യം വളരെ വ്യക്തമായിട്ട് നാം കാണുകയാണ്. മറ്റെല്ലാം ഞാൻ ചെയ്തിട്ട്, യേശുവിന് ഇഷ്ടമുള്ള മറ്റെല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ട് ഞാൻ ക്ഷമിക്കാത്തത് കൊണ്ട് എൻ്റെ നിത്യത യേശുവിനോടുകൂടെ ഇല്ലാതെ പോകരുത്. അതുകൊണ്ട് നമുക്ക് എന്തൊരു തീരുമാനമെടുക്കണം. തിരുവചനം പറയുന്നത് ഹൃദയപൂർവ്വം നമ്മുടെ സഹോദരനോട് നാം ക്ഷമിച്ചില്ല എങ്കിൽ എൻ്റെ പിതാവ് ഇങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. ഇതിനകത്ത് ഇനി വേറെ സർപ്രൈസ് ഇല്ല. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെയാണ് ക്ഷമിക്കുന്നത്? ആരെങ്കിലും നല്ലത് നമ്മളോട് ചെയ്യുമ്പോഴാണോ നമ്മൾ ക്ഷമിക്കുന്നത്? കേൾക്കുമ്പോൾ രസമാണ്, പക്ഷെ പല ആൾക്കാരും അവരുടെ പ്രയാസങ്ങൾ വന്ന് പറയുമ്പോഴത്തേക്കും പാസ്റ്റർ എന്നോട് അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്യുമ്പോഴല്ലേ ക്ഷമിക്കുന്നത്. വളരെ ലളിതമായിട്ട് പറയുക, ക്ഷമിക്കുന്നത് നമ്മുടെ നേരെ ആരെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴാണ്. ഇതറിയാൻ നമ്മൾ PhD ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, വളരെ എളുപ്പമാണ്. ഇച്ചിരി പ്രയാസമാണ് തെറ്റ് ചെയ്യുമ്പോൾ ക്ഷമിക്കുക എന്ന് പറയുന്നത്. നമ്മൾ മനസ്സോടെ തീരുമാനിച്ച് ഈ നമ്മൾ എന്നുള്ള സാധനം ഒന്ന് മാറ്റി വെക്കണം. ഈ രാജാവ് മാറ്റി വെച്ചതുപോലെ ആദ്യത്തെ സ്റ്റെപ്പ്, ഒരാൾ എന്നോട് തെറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് ക്ഷമിക്കേണ്ടത്. ചിലപ്പം ചെയ്തിട്ടുണ്ടാവില്ല, ചെയ്തു എന്ന് തോന്നലായിരിക്കാം. ഇനി ആ തോന്നലിൽ തീരുമാനം ഉണ്ടാക്കാൻ പോകുമ്പോൾ ഒരു 4-5 അടുത്ത തെറ്റുകൾ കൂടെ നമ്മൾ ചെയ്യും. അപ്പം തോന്നൽ മാറും, ശരിക്കും തെറ്റ് ചെയ്യും. അപ്പം ആരെങ്കിലും തെറ്റ് ചെയ്തു എന്നൊരു തോന്നലോ യഥാർത്ഥമായിട്ട് തെറ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ക്ഷമിക്കുക എന്നുള്ളതാണ്. നിരപ്പ് അടുത്ത സ്റ്റെപ്പ്. ഞാൻ അതിനകത്തോട്ട് ഇന്ന് വരാൻ എനിക്ക് സമയമുണ്ടോയെന്ന് എനിക്ക് അറിയുകയില്ല. ആദ്യം ചെയ്യേണ്ടത് നാം ക്ഷമിക്കുക എന്നുള്ളത്. എന്താ ക്ഷമ എന്ന് പറയുന്നത്? ക്ഷമ എന്ന് പറയുന്നത് ഇങ്ങനെ ഓടി മുടിയനായ പുത്രനെ യേശുക്രിസ്തു സ്നേഹിച്ചതുപോലെ അവനെ കാണുമ്പോഴേ കഴുത്തിനും പിടിച്ച് അവിടം വരെ എത്തിയിട്ടില്ല, അവിടം വരെ ആയിട്ടില്ല നമ്മൾ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ആള് എന്നെ ഉപദ്രവിച്ചു. അത് ശാരീരികമായിരിക്കാം, സാമ്പത്തികമായിരിക്കാം, അത് വാക്കിലൂടെ ആയിരിക്കാം, വികാരങ്ങളിലൂടെ ആയിരിക്കാം, റിജക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കാം, ഏത് രീതിയിലായിരിക്കട്ടെ, അവൻ എന്നോട് കടംപെട്ടിരിക്കുന്നു. എന്നിൽ നിന്നുള്ളത് എന്തോ എടുത്തു, എന്നിലുള്ളത് എന്തോ കുറച്ചു, മാറ്റി, ഉപദ്രവിച്ചു.
എനിക്ക് ചേരേണ്ടതിന് പകരം കൂടേണ്ടതിന് പകരം എടുത്തു കുറച്ചു എന്നുള്ള ചിന്ത വരുമ്പോൾ ഞാൻ ക്ഷമിക്കണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനകത്ത് അപ്പുറത്തിരിക്കുന്ന ആളുടെ പേര് ഇന്ന് സാബു ആയിരിക്കും, നാളെ ബാബു ആയിരിക്കും, മറ്റന്നാൾ ഷാജി ആയിരിക്കും, ഇപ്പുറത്ത് ജോജി ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഉപമയെ പറയുന്നത്, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീ നിന്റെ സഹോദരനോട് കരുണ കാണിക്കേണ്ടതല്ലായിരുന്നു. സഹോദരൻ്റെ പേര് ഇവിടെ ഒരു വിഷയമല്ല. നാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നാം ക്ഷമിക്കണമെന്ന് ദൈവത്തിൻ്റെതായിട്ടുള്ള ആത്മാവ് വളരെ നിർബന്ധമായി നമ്മളോട് ചോദിക്കുകയാണ്. നിനക്ക് ലഭിച്ച കരുണയെക്കുറിച്ച് നീ മറന്നു പോകരുത്. ഫൊർഗിവിങ് ക്രിസ്ത്യൻ എന്ന് പറയുന്ന പേരും തന്നെ വലിയ അർത്ഥമില്ല. കാരണം ഫൊർഗിവ് ചെയ്യുന്നവന് മാത്രമേ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയാകാൻ കഴിയുള്ളൂ. ഞാൻ ക്ഷമിക്കുന്നെങ്കിൽ മാത്രമേ എനിക്ക് ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. കാരണം എൻ്റെ ആ ഐഡൻറ്റിറ്റി, ഞാൻ ആ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ദൈവ പൈതൽ എന്ന് ആയിരിക്കുന്നത് തന്നെ ഒരു ക്ഷമയുടെ റിസൾട്ടാണ്. ഹല്ലേലൂയ. സോ ഞാൻ തീരുമാനിക്കുകയാണ്, എന്നോട് ഇദ്ദേഹം പാപം ചെയ്തു, തെറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അദ്ദേഹത്തോട് ക്ഷമിക്കുന്നു. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചിലർ പറയും ഫോർഗിവ് ആൻഡ് ഫോർഗെറ്റ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും മറന്നു പോകാറില്ല. അങ്ങനെ മറക്കാനൊന്നും എനിക്ക് എളുപ്പമല്ല. ആ വ്യക്തിയെ പിന്നെ കാണുമ്പോഴേ അതാ ഓർമ്മ വരുന്നത്. ദൈവത്തിനൊരു ഭയങ്കര കഴിവുണ്ട്. ദൈവം നമ്മുടെ പാപം ഈസ്റ്റും വെസ്റ്റും ഒക്കെ എത്ര ദൂരത്തിലാണോ അതുപോലെ കർത്താവ്, കാരണം കർത്താവ് ഒന്ന് നെഞ്ചു വിരിച്ചാൽ അതുപോലെ അങ്ങനെ മാറ്റി വയ്ക്കാനൊക്കെ പറ്റും. നമ്മുടെയൊക്കെ ഓർമ്മയൊന്നും ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാൻ പോലും നമുക്ക് കർത്താവിൻ്റെ സഹായം വേണം. അതുകൊണ്ട് ഈ തിരുവചനത്തിൽ നമ്മളോട് ചെയ്യാൻ പറയാത്ത കാര്യങ്ങളൊന്നും ഞാൻ ഒത്തിരി ഉറക്കം ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ പറയുന്നത്, ഓർത്താലും ചൂസ് ജീസസ്. ആ പാപം ഓരോ തവണ ഓർത്താലും, ആ വേദന ഓരോ തവണ ഓർത്താലും ഞാൻ തീരുമാനിക്കുകയാണ്, ആ ലംഘനത്തിൻ്റെ കൂടെ നിൽക്കുന്നതിന് പകരം ഞാൻ യേശുവിൻ്റെ കൂടെ ഒരു ചുവടെടുക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ യേശുവിൻ്റെ കൂടെ ഒരു ചുവടെടുക്കുക. ഈ വ്യക്തി എന്നെ നിരന്തരമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ആ വ്യക്തിയോട് നിരന്തരമായി ക്ഷമിക്കുകയാണ്. കാരണം ഞാൻ ക്ഷമിക്കപ്പെട്ടവനാണ്, ഞാൻ ക്ഷമിക്കപ്പെട്ടവളാണ്. ഞാൻ മറന്നിട്ടേയില്ല, നല്ല ഓർമ്മയുണ്ട്. ഇവിടെയും തന്നെ കുത്തിയത്. എന്നാലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെ ഞാൻ നിൽക്കുകയാണ്. ആ വ്യക്തി എന്നെ ഉപദ്രവിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ജഡ്ജിയുടെ സ്ഥലം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ കൊടുക്കുന്നു. നീതിയായിട്ടുള്ളത് എൻ്റെ ദൈവം ചെയ്യും. ഹല്ലേലൂയ. ക്ഷമ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നിരപ്പാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം പറയുന്നത്, അതായത് നിങ്ങൾ ഒരുവൻ യേശുക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അതിനുശേഷം നമുക്ക് ആദ്യമേ നൽകുന്ന ആ ശുശ്രൂഷ നിരപ്പിൻ്റെ ശുശ്രൂഷയാണെന്നാണ് 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. കാരണം എന്താണെന്നറിയാമോ? കർത്താവ് വന്നത് തന്നെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. ദൈവവും മനുഷ്യനും തമ്മിൽ വലിയൊരു ഗ്യാപ്പ് കിടന്നപ്പോൾ നിരപ്പിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി യേശു വന്നത്. ആ ശുശ്രൂഷയാണ് ആദ്യമേ തന്നെ കർത്താവ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നിരപ്പിന് വേണ്ടി താല്പര്യമുള്ളവരായിരിക്കണം. എന്നാൽ നിരക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി കർത്താവ് വെച്ചിരിക്കുന്ന ഒരു കെണിയല്ല. The desire for reconciliation from God's side is not a trap so that I'll be abused again and again. അതുകൊണ്ട് നമ്മൾ മറന്നിട്ടല്ല ക്ഷമിക്കുന്നത്, ഓർത്തങ്ങ് ക്ഷമിക്കുക. അത് പറയണമെന്നില്ല. ഓരോ പ്രാവശ്യം കാണുമ്പം അന്ന് കുത്തിയതുകൊണ്ടല്ലോ ഞാൻ ക്ഷമിച്ചു, അത് വേണ്ട.
നീ അന്ന് 1984 എന്നോട് അന്നൊരു കാര്യം പറഞ്ഞില്ലേ, അത് ഇന്നും ഞാൻ ക്ഷമിച്ചു. എന്താ ചില വ്യക്തികൾ ചിന്തിക്കുന്നത്, ആ ചിന്ത വീണ്ടും വന്നാൽ ഞാൻ ക്ഷമിച്ചിട്ടില്ലെന്നാ. That's wrong. That need not be right. ഞാനിപ്പം ഡിന്നല് വല്ലപ്പോഴും ഇവിടെ വരുന്നത്, കൊച്ചിയിലാണ്. ഞാൻ ഇപ്പം വന്ന സ്ഥിതിക്ക് ഒന്ന് കൈയുടെ വിരലൊക്കെ ഒന്ന് ഓടിച്ചിട്ട് ഞാൻ വിടുക. പക്ഷെ ഒടിച്ചു കഴിഞ്ഞ ആ സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പാപഭാരം. അപ്പം ഞാൻ വീണ്ടും ഡിനലിൻ്റെ കാല് പിടിച്ച മാപ്പ് പറഞ്ഞു, ഡിനൽ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് ഡിനൽ എന്നോട് ക്ഷമിച്ചു. വേദന പോയോ? വേദന കാണും. പക്ഷെ ഞാൻ ക്ഷമ ചോദിച്ചു, ഡിനൽ എന്നോട് ക്ഷമിച്ചു. ബട്ട് ദർ ഇസ് എ കോൺസിക്വൻസ് ഓഫ് ദ റോങ് ഡൂയിങ്. Let's continually reach out to God for that full healing. Yeah? നമുക്കതുകൊണ്ട് നമ്മൾ ക്ഷമിച്ചു എന്നുള്ളത് നമുക്ക് ഓർമ്മയില്ല എങ്കിൽ പലപ്പോഴും പിശാച് നമ്മളെ ആ പ്രയാസത്തിൻ്റെതായിട്ടുള്ള യാത്രയിൽ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. ഓ, നീ ഇപ്പോഴും അത് ഓർക്കുന്നു. ഞാൻ ഓർക്കുന്നത് പിശാചെ, കർത്താവ് എനിക്ക് നല്ല മെമ്മറി തന്നുകൊണ്ടാന്ന് പറയണം. ഞാൻ എൻ്റെ ഓർക്കുന്ന അനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. ഞാൻ ഓർത്താലും ഐ ചൂസ് ജീസസ്. അവൻ എന്നെ ഉപദ്രവിച്ചു, ആ ഉപദ്രവം ഞാൻ അവനോട് ക്ഷമിച്ചു. എനിക്ക് വേണ്ടത് ഇനിയും എൻ്റെ കർത്താവിന് തരാൻ കഴിവുണ്ട്. എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ ക്ഷമിക്കുമ്പം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാ, ആ വ്യക്തി അന്ന് അദ്ദേഹത്തിന് ചെയ്യാൻ അറിയാവുന്നത് അതാ, അല്ലെങ്കിൽ അന്ന് എൻ്റെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ അങ്ങ് ചെയ്തു, അതെനിക്ക് വേദന ഉണ്ടാക്കി. വന്നപ്പോൾ വലിയ സന്തോഷം കൊണ്ട് വിരൽ പിടിച്ച് തിരിച്ചതാ, പക്ഷെ അങ്ങ് പൊട്ടിപ്പോയി. നമ്മൾ വിചാരിച്ചു ക്ഷമിച്ചെന്ന്, പക്ഷെ കഴിക്കാൻ കൈയൊന്ന് അനക്കിയപ്പോഴാണ് ആ വേദന. പെട്ടെന്ന് ആ യാത്രയിൽ നമ്മളങ്ങ് പോവാ. എന്നാലും വല്ലപ്പോഴും അന്ന് പോയത് നല്ലൊരു പണി തന്നാ വിട്ടത്. അപ്പോഴും അവസാനത്തെ ആ ക്ലൈമാക്സിൽ നമ്മൾ തീരുമാനിക്കണം, എന്നിരുന്നാലും ഐ ചൂസ് ജീസസ്. എൻ്റെ വേദനയെക്കാളും ഞാൻ എൻ്റെ യേശുവിനെ സ്വീകരിക്കും. എനിക്കൊന്നും നഷ്ടമായിട്ടില്ല. എനിക്ക് നഷ്ടമായാൽ വലിയ വില കൊടുക്കേണ്ടി വരുന്നത് ഒന്നും നഷ്ടമായിട്ടില്ല. അങ്ങനെ തിരുവചനം ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രക്ഷയാണ്. അത് ക്ഷമിക്കാതിരുന്നാലാ പോകുന്നത്. അതുകൊണ്ട് ഐ ചൂസ് ജീസസ്. ഐ ചൂസ് ജീസസ്. നിങ്ങൾ ഒരു കാര്യം കൂടെ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി, അയാൾ ഇനി എങ്ങാനും ഒന്ന് പ്രാർത്ഥിച്ച കർത്താവ് എന്ത് ചെയ്യും? കേട്ടില്ല? ഒന്ന് സൗണ്ട് എടുത്തൊന്ന് ഉറക്കെ പറയാമോ? കേട്ടിട്ട് ഹലോ, കേട്ടിട്ട് കർത്താവ് ക്ഷമിക്കും. കർത്താവിനോട് ഇത് നമ്മളെ എങ്ങാനും അറിയിച്ച, അതുകൊണ്ടാണ് കർത്താവ് വ്യക്തിപരമായിട്ട് മാത്രം ഡീൽ ചെയ്തത്. ഇതെങ്ങാനും നമ്മളെ അറിയിച്ചു നമ്മുടെ പിള്ളേർ വന്ന് പറയും ദാറ്റ്സ് ടോട്ടലി അൺഫെയർ. ഷീ ഗോട്ട് 2 ബിസ്ക്കറ്റ്, ഐ ഗോട്ട് ഓൺലി 1. ഇതാ നമ്മുടെ എത്ര വലിയ ഉപദ്രവം ചെയ്ത ആളാണെങ്കിലും അവൻ ദൈവത്തിന് മുമ്പാകെ മുട്ടുമടക്കുമ്പം കർത്താവ് അവനോട് ക്ഷമിക്കും. ആ ക്ഷമ നമുക്ക് കിട്ടുമ്പം വലിയ സന്തോഷം, മറ്റേ ആൾക്ക് കിട്ടുമ്പം ഭയങ്കര ബുദ്ധിമുട്ട്. അതെന്താ നമ്മളോട് പറയുന്നത്? എൻ്റെ ഹൃദയത്തിൽ ദൈവപ്രവൃത്തിയെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പം എനിക്ക് വലിയ രസമൊന്നും തോന്നുന്നില്ല. ഞാൻ അത്ര വലിയ ആത്മീയനാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ബുദ്ധിമുട്ട് വരുമ്പം ജഡീകന. നമുക്കത് മാറ്റാം.
ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് എൻ്റെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളായിരുന്നു, ചില സത്യങ്ങൾ പറയാനായിട്ട്. ക്ഷമ നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. നമ്മൾ അനുദിനം തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അനുദിനം സെക്കൻഡെന്ന് മിനിറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല, അനുദിനം എന്തായാലും ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ദൈവത്തിൻ്റെ ക്ഷമ വേണം. ഇന്ന് ആരെങ്കിലും എനിക്ക് ദൈവത്തിന് എന്നെ ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നുണയാണ്. കാരണം റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിന് 38-ാമത്തെ വാക്യം പറയുന്നത്, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ താഴ്ചയ്ക്കോ ശക്തികൾക്കോ ഇനിയിപ്പം വരാനുള്ളതൊന്നിനോ ദൈവത്തെ നമ്മളോടുള്ള സ്നേഹത്തിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. അതായത് ഈ റൂട്ട് ഇങ്ങോട്ട് ക്ലിയറാണ്, പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടുള്ള റൂട്ടിനെ തെറ്റിക്കാൻ ദൂതനും മരണമൊന്നും വേണ്ട. ഒരു വിസ കിട്ടിയില്ലെങ്കിൽ, പിള്ളേർക്ക് 100 കിട്ടിയില്ലെങ്കിൽ, കഴിക്കാൻ പീസ കിട്ടിയില്ലെങ്കിൽ, എനിക്ക് ദൈവത്തോടുള്ള സ്നേഹത്തെ എന്തിനു വേണേലും തട്ടിമാറ്റാം. അത് മാറണം. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ വ്യക്തിബന്ധങ്ങളിൽ നമ്മളിനി യേശുവിനെ ചൂസ് ചെയ്യാൻ പോവുക. നമ്മളമ്മ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ദൈവവുമായിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ദൈവവുമായിട്ട് മാത്രം സംസാരിച്ചാൽ മതി. താൻ കൊള്ളാവുന്നതുകൊണ്ടല്ല, കർത്താവ് നല്ല ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്നും പറയേണ്ട കാര്യമില്ല. യേശുവിനെ ഓർത്ത് മാത്രം ആ ബ്രദറിനോട് ശ്രമിക്കുന്നത്, അങ്ങനെ ഒന്നും പറയണ്ട. നമ്മൾ എടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നമുക്കെടുക്കാം. ആമേൻ. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ സമയം കൊണ്ട് നിങ്ങൾ ക്ഷമിക്കേണ്ട ആൾക്കാരുടെ മുഖങ്ങൾ, പേരുകൾ, ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ടാകും. ആദ്യം നിങ്ങൾക്ക് വേണ്ടി ക്ഷമ ചോദിച്ചാട്ടെ. പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവേ, ഞങ്ങളുടെ തെറ്റുകളോട് ഞങ്ങളുടെ തെറ്റുകൾക്കായിട്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളോട് ക്ഷമിക്കണേ കർത്താവേ. എത്രയോ തവണ ഞങ്ങൾ ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്തിരിക്കുന്നു. ഞങ്ങളോട് ക്ഷമിക്കണമേ. പുറമേ നല്ല രീതിയിൽ ഇടപെടുകയും അകത്ത് തെറ്റായിട്ടുള്ള ചിന്തകളും വെച്ച് എത്രയോ തവണ ഞങ്ങൾ ഒരു 2 സ്വഭാവമുള്ള കപടഭക്തിക്കാരായിട്ട് ഞങ്ങൾ ഇടപെട്ടിരിക്കുന്നു. ഞങ്ങളോട് ക്ഷമിക്കണേ കർത്താവേ. അങ്ങ് ഞങ്ങളോട് അനുദിനം ക്ഷമിക്കുന്നതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇന്ന് ജീവനോടെ ആയിരിക്കുന്നു. ഞങ്ങൾ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് തിരുവചനം ഞങ്ങൾ വായിച്ചു. ഞങ്ങളുടെ ക്ഷമ ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, ഞങ്ങളോട് തെറ്റ് ചെയ്തിരിക്കുന്ന എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന എല്ലാവരെയും അവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു. ക്ഷമ എന്ന് പറയുന്നത് നമ്മൾ തീരുമാനമെടുക്കുക, ആ വ്യക്തി എന്നോട് തെറ്റ് ചെയ്തു, എന്നാൽ യേശുവിനെ പ്രതി ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു. ആ വ്യക്തിയോട് ഇനി ഈ ഒരു കാര്യത്തിന് ഞാൻ ചാർജ് ചെയ്യുന്നു. ഞാൻ ഈ ഒരു കേസ് നിനക്കെതിരെ ഇതൊരു ആരോപണമായിട്ട് ഞാൻ ഇനി ഉപയോഗിക്കുകയില്ല. I have released you from my side to be free. എന്നോടൊന്നും ചെയ്തിട്ടില്ലാത്തതുപോലെ എനിക്ക് വ്യക്തമായ ഓർമ്മയുണ്ട് എന്ത് ചെയ്തെന്ന്. പക്ഷെ I will not refer that anymore. കാരണം എൻ്റെ ദൈവം അത് കണ്ടിരിക്കുന്നല്ലോ. ആ സംഭവം നടക്കുന്നതിന് മുമ്പാകെ എൻ്റെ ദൈവം ഉറങ്ങിയിട്ടുമില്ല.
എൻ്റെ ദൈവം അത് അനുവദിച്ചിരിക്കുന്നുവെങ്കിൽ എനിക്ക് ഇതിലൂടെ ജയിച്ചു കയറുവാൻ സാധ്യമാണ്. എൻ്റെ കർത്താവ് ന്യായമായിട്ടുള്ളത് ചെയ്യുന്ന നീതിപാലകനായിട്ടുള്ള ദൈവമാകുന്നു. എൻ്റെ യഹോവ സിദ്ഖനു നീതിയുടെ ദൈവമാകുന്നു. എനിക്ക് ന്യായമായിട്ടുള്ളത് ദൈവത്തിന് ഇനിയും ചെയ്യുവാൻ കഴിയും. മടക്കി കൊണ്ടുവരേണ്ടത് മടക്കി കൊണ്ടുവരുവാൻ ശക്തനായ ദൈവമാകുന്നു എൻ്റെ ദൈവം. അതുകൊണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇനിമേൽ ഞാൻ കുറ്റം ചുമത്തുകയില്ല. എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ഞാൻ കുറ്റം ചുമത്തുകയില്ല. ഓരോ തവണയും എൻ്റെ ഹൃദയത്തിൽ ആ ഓർമ്മകൾ വരുമ്പോൾ ഇനിമേൽ ഞാൻ ക്ഷമിച്ചില്ല എന്ന് ചിന്തിപ്പിച്ച് എന്നെ ദണ്ഡിപ്പിക്കുകയല്ല അത് ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഞാൻ ഇന്നു മുതൽ കർത്താവെ, ആ ഓർമ്മകൾ വരുമ്പോൾ അങ്ങേക്കായിട്ട് ഞാൻ ആരാധന നൽകും. എനിക്ക് വേദനിച്ചപ്പോഴും എന്നെ ക്ഷമിക്കുവാൻ സഹായിച്ച ദൈവം, ഈ വേദന ഓർക്കുന്നത് പോലെ ഞാൻ ക്ഷമിച്ചതും ഞാൻ ഓർക്കുന്നു. ഞാൻ ക്ഷമിക്കുവാനെടുത്ത തീരുമാനവും ഞാൻ ഓർക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല വ്യക്തികളും ചിന്തിക്കാറുണ്ട്, ഒരു പക്ഷേ ഇത് ന്യായമല്ല. എന്നാൽ യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം പറയുന്നത്, കരുണയില്ലാതെ ന്യായം വിധിക്കുന്നവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. Because mercy triumphs over judgment. ആ സംഭവത്തെക്കുറിച്ച് നോക്കുമ്പോൾ ന്യായമെന്ന് പറയുന്നത് അവന് പിഴ ലഭിക്കണം, ന്യായമെന്ന് പറയുന്നത് അവന് പണിഷ്മെൻ്റ് ലഭിക്കണം. എന്നാൽ ഞാൻ ദൈവത്തിൻ്റെ പുത്രനായിരിക്കാൽ I want to place mercy over my judgment. എൻ്റെ ആ ന്യായവിധിക്ക് മേൽ ദൈവത്തിൻ്റെതായിട്ടുള്ള കരുണ ഞാൻ പ്രഖ്യാപിക്കുന്നു. കരുണ ഞാൻ പ്രഖ്യാപിക്കുന്നു. കരുണ ഞാൻ പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അത് ചെയ്യുകയാൽ നന്ദി. കർത്താവ് അത് ചെയ്യുകയാൽ നന്ദി. കർത്താവ് അത് ചെയ്യുകയാൽ. ഇന്ന് ഈ സമയം പരിശുദ്ധാത്മാവ്, നിങ്ങൾ ക്ഷമിക്കാനായിട്ട് ഇത്രയെല്ലാം കേട്ടിട്ട് നിങ്ങൾ ക്ഷമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവെങ്കിൽ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ആർ ഏബിൾ ടു റിമെമ്പർ ദാറ്റ്. ഒരാഴ്ചയും കൂടെ ഇത് കേട്ടു, നിങ്ങളെന്തോ തീരുമാനമെടുത്തു പോയി എന്നുള്ള രീതിയിലല്ല. വൺസ് ആൻഡ് ഫോർ ഓൾ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ക്ഷമിച്ചു എന്നുള്ളതിന് ഒരു ഉറപ്പ് വരുവാൻ തക്കവണ്ണം ഒന്നുകിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ആ ക്ഷമ എത്രത്തോളം പൂർണ്ണമായി എന്നുള്ളത് നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് പഠിക്കാം. എന്നാൽ ആർ യു വില്ലിംഗ് ടു ഫോർഗിവ്? നിങ്ങൾ ക്ഷമിക്കാൻ തീരുമാനിച്ചോ? നിങ്ങൾ ദൈവത്തെ ചൂസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചോ? എൻ്റെ വേദനയുടെ മധ്യത്തിലും എന്നെ ഉപദ്രവിച്ചതിൻ്റെ മധ്യത്തിലും ഞാൻ എൻ്റെ യേശുവിനോടൊപ്പം ചുവടെടുക്കുന്നു. ഞാൻ ക്ഷമിക്കപ്പെട്ടവനായിരിക്കുന്നു. അതിനാൽ ഞാൻ ഇന്ന് വെളിപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വേദനയുടെ മികവല്ല, എന്നാൽ എനിക്ക് ലഭിച്ച ക്ഷമയുടെ തികവാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചെങ്കിൽ വൺസ് ആൻഡ് ഫോർ ഓൾ, എന്നേക്കുമായിട്ട് ഈ കാര്യത്തിലൊരു തീർപ്പ് വരാനായിട്ട് ഒന്നുകിൽ നിങ്ങളുടെ ഫോൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറി എടുത്തിട്ട് ഐ ആം ഫോർഗിവിങ് സോ ആൻഡ് സോ. നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ആരെ കാണിച്ചു തരുന്നു, നിങ്ങൾ ഇടർച്ചയിലായിട്ട് നിൽക്കുന്ന, നമ്മൾ അടുത്തത് അതിനെക്കുറിച്ച് ചെയ്യേണ്ട ചുവടുകളൊക്കെ നമുക്ക് പഠിക്കാം. എന്നാൽ ഞാൻ ഈ വ്യക്തിയെ ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ ഈ വ്യക്തിയോട് ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് കുറിച്ചിടാമോ? ആ വ്യക്തിയുടെ പേര് എഴുതണം നിർബന്ധമില്ല. ചിലപ്പോൾ ആ വ്യക്തി കണ്ടാൽ പ്രയാസമാവും, അത് കുഴപ്പമില്ല. പക്ഷേ ഇനീഷ്യലോ ഒറ്റ വ്യക്തിയോട് മാത്രമേ നിങ്ങൾക്കുള്ളൂ. അത് നിങ്ങൾ ആരാണെന്ന് അറിയാം എങ്കിൽ ഐ ഹാവ് ഫോർഗിവൺ, ഐ ആം ഫോർഗിവിങ്, ഐ ഡിസൈഡ് നൗ. ഇത് പിന്നത്തേക്കുള്ളതല്ല. തീരുമാനം കഴിഞ്ഞ് നാം എടുക്കുന്ന ചുവടുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഞാൻ ഇപ്പോൾ ആ വ്യക്തിയോട് ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് നമ്മൾ കേട്ടു. ദൈവത്തിൻ്റെ വലിയ കൃപ,
ദൈവത്തിൻ്റെ പ്രീതിയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. അതോടൊപ്പം തന്നെ നമുക്ക് ചില നഷ്ടങ്ങളുണ്ട്. നമുക്ക് ഇനിമേൽ ആ വ്യക്തിയുമായിട്ട് ഇത് പറഞ്ഞ് നിയന്ത്രിക്കാൻ കഴിയുകയില്ല. ആ വ്യക്തിയുടെ മേൽ നമുക്കൊരു അപ്പർ ഹാൻഡ് ഇത് പറഞ്ഞെടുക്കാൻ പറ്റത്തില്ല. നമ്മൾ താഴ്മയോടുകൂടെ ആ വ്യക്തിയുമായി വീണ്ടും ഇടപെടാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ്. എനിക്കിനിയും ഈ അമ്പ് എറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ആ വ്യക്തിയെ റിലീസ് ചെയ്യുകയാണ്. എന്നോട് ചെയ്തിരിക്കുന്ന എല്ലാ പ്രവൃത്തികൾ, എനിക്ക് സഹായകമല്ലാത്ത എല്ലാ പ്രവൃത്തികളെയും സംബന്ധിച്ച് ഇന്ന് ആ വ്യക്തിയെ ഞാൻ റിലീസ് ചെയ്യുന്നു. തീരുമാനിച്ചാട്ടെ, കുറിച്ചിട്ടാട്ടെ. കുറിച്ചിടേണ്ടതായിട്ടുള്ള പ്രാധാന്യം എന്ന് പറയുന്നത്, ഇനി ഈ ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുമ്പോൾ, ഈ വേദന മനസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കണം, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഇത് വേദന മാത്രമാണ്, അതിനെ ഞാൻ കൈകാര്യം ചെയ്യണം. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവ് അത് ചെയ്തിരിക്കാൻ നന്ദി. കർത്താവ് ഞങ്ങളെല്ലാം ഈ സമയത്ത് സഹായിച്ചല്ലോ, അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഇന്ന് ഈ സമയത്ത് ഞാൻ പ്രത്യേകമായിട്ട് സഭയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരെല്ലാം ഈ ദൂത് കേട്ടുവോ, കർത്താവെ, അവരുടെ അകത്തേക്ക് ക്ഷമയുടേതായിട്ടുള്ള ഒരു സത്യം ആഴത്തിലിറങ്ങട്ടെ. ഞങ്ങൾ ക്ഷമിക്കുന്നവരെന്ന് അറിയപ്പെടട്ടെ. ഹല്ലേലൂയ. കർത്താവെ, അവർ ക്ഷമിക്കുവാനായിട്ടൊരു ചുവടെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. ഒരു വലിയ നിരപ്പിൻ്റെ അനുഭവം കർത്താവ് അത് സാധ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ ബന്ധങ്ങൾ കർത്താവെ, അതിലൊരു പുതിയ ജീവൻ വ്യാപരിക്കട്ടെ. കർത്താവെ, പിതാവും മക്കളുമായിട്ടുള്ള, മാതാവും മക്കളുമായിട്ടുള്ള കർത്താവെ വ്യക്തിബന്ധങ്ങളിൽ പുതിയൊരു ജീവൻ വ്യാപരിക്കട്ടെ. കർത്താവ് അത് ചെയ്യുന്നതിനായിട്ട് നന്ദി പറയുന്നു. എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിരന്തരമായിട്ട് നയിക്കണമേ. യേശുവിൻ്റെ നാമം ഞങ്ങളിലൂടെ മഹത്വപ്പെടുമാറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.